മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. അപ്പൊ തുടങ്ങാം. അപകീർത്തി കേസിൽ അറസ്റ്റിലായ ഷാജൻ സ്കറിയ ഇപ്പോൾ ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാ. തട്ടിപ്പ് നടത്തുന്ന മുഖ്യമന്ത്രി അതിന് ഓശാന പിടിക്കുന്ന പോലീസ് സ്റ്റേഷന് പുറത്തേക്ക് കൊണ്ടുപോകും. എന്തു വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവേൽപ്പിക്കരുത്. പഞ്ചഭാവോ മുടിപ്പിക്കും. അവസാന ശ്വാസം വരെ പിണറായിയുടെ വിരുദ്ധീകരനെതിരെ പോരാടും. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. മുഖ്യമന്ത്രിക്കെതിരെയാണ് എല്ലാം കള്ളക്കേസ്. ഒരു കേസിൽ എന്നെ ജയിലിൽ അടച്ചിട്ടില്ല. വീണ്ടും ഷർട്ടിടാൻ അവസരം കിട്ടിയില്ല. നല്ലോണം കിട്ടിയല്ലേ? ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതാ. മർദ്ദിച്ചില്ല, പിടിച്ചോണ്ട് പോന്നു. പ്രായമായ അപ്പന്റെ അമ്മയുടെ മുമ്പിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചപ്പോ എന്നെ പിടിച്ചോണ്ട് പോന്നു. എന്ത് കാര്യത്തിനായാലും ഒരു മാന്യത വേണ്ടേ? ഇയാൾ എന്താ വിചാരിച്ചേ? അവരെ പിടിച്ചോണ്ട് പോന്നു. വരൂ, എന്നെ ആരെ വിളിക്കാൻ പോലും സമ്മതിക്കില്ല. അപ്പൊ വീണ്ടും എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. ജനാധിപത്യം സംരക്ഷിക്കാൻ ഞാൻ ജയിലിലേക്ക് പോകുന്നു. സിന്ദാബാദ്. കൂൾ ഡൗൺ കെ.ആർ.പി. കൂൾ ഡൗൺ. നമുക്ക് പിന്നെ നിയമപരമായി തന്നെ ഒതുക്കാം. തന്റെ കാര്യം ഞാൻ ഏറ്റു. ഏറ്റു. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. ഞാൻ പോകുന്നു. ബൈ ബൈ.